ഗൈസ് വെൽക്കം ബാക്ക് ടു എൻ്റെ ഡയറി ഷുജി ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്താ? സ്പെഷ്യൽ പേഴ്സൺ ഉണ്ട്, അതാണ് ദിയ. എടാ ആരാണ് ദിയ എന്ന് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? ആരാണ് ദിയ? പറഞ്ഞോളൂ. NDR ഇല്ലേ, അതിൽ N ആണ് നൈനിക, അതെ. ദിയ R for ഋതന്യ. അപ്പോൾ ദിയ ഇന്നലെയാണ് വന്നത്, അവളുടെ ജൂഡോ ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നാളെ പോവും, പിന്നെ അവരുടെ അമ്പലത്തിലൊക്കെ ആളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഗൈസ് പൂച്ച സാർ പോകുന്നുണ്ട് അതുവഴി. അരെ ബൈ കം ഹിയർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വ്ലോഗ് എന്താണ് ഋതന്യെ? നമ്മള് മുന്നേ അതെ ഭയങ്കര സ്പെഷ്യലാണെന്ന് വെച്ചാൽ അത്ര ഇതൊന്നുമല്ല, ഞങ്ങളുടെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ സ്പെഷ്യലാണ് അങ്ങനെ പറയാം. അതെ അതെ ഭയങ്കര അതാ പോണു. പിന്നെ അപ്പോൾ ബാഗൊക്കെ കൈ പിടിച്ച് എന്ത് ടൂർ പോകുന്നതൊക്കെ വിചാരിക്കും ആൾക്കാർ. അതെ നട്ടുവെച്ച് ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട് മാക്സിമം. ഈ പെണ്ണുമ്പിള്ള വരെ ലേറ്റ് ആയിട്ടാണ് ഗൈസ്. അതെ പിന്നെ ടെന്റ് ഒക്കെ ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ടെന്റ് ഒന്നും ഇല്ല. അതെ അതെ ഋതിനയുടെ ബാഗ് ഭയങ്കര എസ്തറ്റിക്കാണല്ലേ. ഇഷ്ടടാ. അതെ എൻ്റെ ഡയറി ഉണ്ട്, വെള്ളം കുപ്പി ഉണ്ട്, പിന്നെ ലഞ്ച് എടുക്കാന്ന് വിചാരിച്ചു. ലഞ്ച് പാരൻസിന് റെഡിയാക്കാനൊന്നും ടൈമില്ല. അതെ ഗൈസ്. പിന്നെ വേറൊരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാല് ലഞ്ച് നമുക്ക് പാത്രത്തിലാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാം, ഒരു സ്ഥലത്ത് ഇരുന്നിട്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ എല്ലാവരും കൂടി കഴിച്ചില്ല. 1 മണിക്ക് ഇവളോട് പറഞ്ഞിട്ടുണ്ട് ലഞ്ച് എടുത്തിട്ട് വരാൻ. പക്ഷെ നമ്മുടെ യൂണോ കാർഡ്സ് ഒക്കെ ഇവിടെ കളിക്കാറിയിരിക്കുക ഗൈസ്. അതെ അതെ അതിന് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. പെർഫ്യൂം ഒക്കെ അടിച്ചു വെച്ച പോലെ ഉണ്ട്. അതെ അതെ അവള് മണത്ത് കുട്ടി എന്തോ പോലെ ആയിരിക്കുന്നു ഗൈസ്. എന്താ അവിടെ പടക്കം പൊട്ടിക്കുന്നു ഗൈസ്. അവിടെ എവിടെ ഉണ്ട്. അതെ അതെ ബഡ്സ്. ഓക്കെ ഇതെന്താ സാധനം? കളക്ഷൻ ബോക്സ്. അതിലൊന്നുമില്ല ഗൈസ്. സ്നാക്സ് ഹെൽത്തി കുട്ടൻ കുട്ടിക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ മാപ്പൊക്കെ എവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാ? അതെ അതെ 5 മാസം കഴിഞ്ഞ് തോന്നുന്നുണ്ട് മാക്സിമം. ഋതിനെ ആ കിളി പോയിട്ടിരിക്കുകയാണല്ലോ. ആലോചിക്ക 5 മാസമൊക്കെ ആയോ? 2025 ഇതിപ്പോ 26 ആയി. അതെ ഓക്കെ. അപ്പൊ എന്താ നെക്സ്റ്റ് എന്താ പ്ലാൻ? വാങ്ങോ തപ്പണ്ടേ വാ. അതെ അതെ മാപ്പിലുള്ള സാധനം ട്രഷർ എവിടെയാ വെച്ചെന്നൊന്നും ഒരു ഓർമ്മയില്ല കേട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ വീടിന്റെ ബാക്കിലാണ് ഞാനുള്ളത്. ഞങ്ങൾക്കറിയാം ഇവിടെ എവിടെയാണ് കുഴിച്ചിട്ടിട്ടുള്ളതെന്ന് അറിയാം. പക്ഷെ എൻ്റെ അമ്മ അവിടെ ഒരു കല്ലിന്റെ ഒക്കെ അവിടെ ആയിട്ടാണ്, ആ സൈഡിലാണ്. ഈ വലിയ മരത്തിന്റെ എവിടെയാന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അതെ അതെ കല്ല് കുറെ സ്ഥലം കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ കുഴിച്ചു നോക്കണം, അതാണ് വിഷയം. ഗൈസ് എൻ്റെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എവിടെ ഇതാ അവിടെ ഗൈസ് കുറേ കല്ലുകളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ് ഇതിന് പോയിട്ട് കേടാലികളൊക്കെ എടുത്തിട്ട് വരൂ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് പ്രാന്തായിട്ടൊന്നുമില്ല ഗൈസ്. ഇവർക്കൊന്നും അറിയില്ല ഗൈസ് നമ്മൾ വ്ളോഗ് എടുക്കണ കാര്യം, അതാണ് പ്രശ്നം. ഇതൊക്കെ നമ്മുടെ നെയ്ബർഹുഡിലെ ആൾക്കാരാണ്. അല്ല അത് നെയ്ബർഹുഡിലെ ആൾക്കാരല്ല കേട്ടോ, അതെൻ്റെ അമ്മയാണ്. ഓക്കെ അപ്പോൾ ദിയ പോയിട്ട് എടുത്തിട്ട് വരും. ഇവിടെ തന്നെയാണോ? പക്ഷെ ഇവിടെ എന്തോ ഒരു തകരാറോടെ കുറുമ്പാണല്ലോ. ആ ഇവിടെ എന്തോ കവറിലൊക്കെ നമ്മൾ നല്ല സേഫ്റ്റി ആയിട്ടാ കൈസ് ഇട്ടുണ്ടായിരുന്നു. കവറിലൊക്കെ ആക്കിയിട്ടായിരുന്നു, കാരണം അത്രയും ദിവസം നിൽക്കണ്ടേ. ദിയ ഇവിടെ ദിയ ശക്തിമാൻ പോവണ്ട. ആരെങ്കിലും ഒരാളൊക്കെ പിടിക്കും. ഡല്ലടേ ഗൈസ് ആദ്യം ആ കല്ലുകളൊക്കെ ഒന്ന് മാറ്റ്. അല്ല ഇവിടെ തന്നെയാണോ? ഉറപ്പാണോ? ആ ഇവൾക്ക് എൻ്റെ ഗൈസ് ഇപ്പൊ തന്നെ എൻ്റെ കാല് പോയനെ. ഇവള് ഇങ്ങോട്ട് മാറും. അപ്പൊ ഗൈസ് അവിടെ എന്ത് ശവപ്പെട്ടിയാ? അയ്യോ ഗൈസ് ഇവർക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ ഗൈസ്. ഋതന്യയുടെ എല്ലാം കറക്റ്റ് ആയിരുന്നു. അതെ അതെ ബുദ്ധിശാലി ഓർമ്മശക്തി.
അതെ അതെ ഓക്കെ ഞാൻ കൊണ്ടുവച്ചിട്ട് വരാം. ഓക്കെ നമുക്ക് എല്ലാവരും കൂടി ഓപ്പൺ ചെയ്യാം. നീ കൊണ്ടുവച്ചിട്ടോ ഇവരൊക്കെ ഓക്കെ. അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ വീട്ടിലെ ആൾക്കാരൊക്കെ അതും ഇതൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ വിഷയമാക്കണ്ട. ഓക്കെ ഓക്കെ ഓപ്പൺ ചെയ്യാം. ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. ഒരു തണലത്തുനിന്ന് ഓപ്പൺ ചെയ്യാം. നട്ട വെയിലാണ് കണ്ടില്ലേ. ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല ഞങ്ങളുടെ കഷ്ടപ്പാട്. എനിക്ക് തുറക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ വ്ളോഗായതുകൊണ്ട് കുഴപ്പമില്ല. ദിയ തുറക്കുന്നുണ്ട്. വളരെ സാഹസികമായി ദിയ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് പേടിപ്പിച്ച് കൊല്ലുക. ഇത് ദിയ ഗൈസ് കണ്ടം വഴി ഓടിക്കുകയാണ്. അപ്പോൾ ഹൃദയനെയാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നെ ഗൈസ് ഒന്നും അറിയണ്ട. സുഖസുന്ദരം. ഗൈസ് മാപ്പല്ലത് മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവൂലേ അബ്സർവ് ആവുമ്പോ. നല്ലതാണ് കേട്ടോ ഗൈസ്. വായിക്കാ എന്തെങ്കിലും ഓർമ്മ ഗൈസ്. എന്നെയും കൂടി പന്തൽ ഓർമ്മ. അപ്പൊ നമ്മള് സ്റ്റാർട്ടിങ് എവിടെയാ നോക്ക്. അപ്പൊ അതിന്റെ ഫ്രണ്ടിലേക്ക് പോകണം. തന്നെ ഓടുന്നുണ്ട്. നമുക്കും ഇനി ഓടാനൊന്നും വയ്യ ഗൈസ്. അവിടെ കിടന്ന് ആലയുടെ അല്ലാറൊക്കെ അടിക്കുന്നത് ഗൈസ്. എൻ്റെ അമ്മയുടെയാണ്. പക്ഷെ എൻ്റെ അമ്മ ഏതോ കണ്ടില്ലാണ് ഗൈസ്. വെരി ഗുഡ്. തേങ്ങ മണ്ണായി തുടങ്ങും ഗൈസ്. ഇത് തന്നെ എങ്ങിട്ടൊക്കെ ഓടുന്നുട്ടാ. അല്ല നിക്ക് ഞങ്ങളും ഉണ്ട്. ആരാണത്? ആശിമൻകുട്ടി. എവിടെന്നാണ് സ്റ്റാർട്ട് നോക്കട്ടെ. മാപ്പ് ഒന്ന് കാണിച്ചു കൊടുത്തേ. മാപ്പ് അതാണ് സ്റ്റാർട്ടിങ് ഗൈസ്. എൻ്റെ വീട് ഗൈസ് എന്തോ എററാവുന്നുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ് ഇതാണ് ഋതുനയുടെ വീട്. ഓക്കെ ഇവൾക്ക് നല്ല ഓർമ്മ ഉണ്ടോ? എനിക്കൊരു ഡൗട്ട് ഗൈസ്. നടക്കാണ് ഗൈസ്. വയ്യാണ്ടായിട്ടാ. നട്ടവയിലത്ത് നടന്ന ഒന്നാമത്തെ കാലയിലൊക്കെ എണ്ണ അയച്ചിട്ടാണ് നടക്കുന്നത്. അതാണ് വിഷയം. എന്താ അവള് ഇവിടെ കിടന്ന് കാണിക്കുന്നത്? എന്താണ് ഇവിടെ കാണിക്കുന്നത്? കൊല്ലോ. എവിടെ നോക്കട്ടെ. ഞാൻ അടുത്ത കേട്ടോ. അപ്പൊ ഋതന്യാനെ ഫ്രണ്ടിൽ നടത്തിക്കോ നല്ലത്. മാപ്പിന്റെ ആളല്ലേ. മാപ്പ് അല്ല എന്തൊക്കെയോ കളക്ഷൻസും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബെസ്റ്റ്. എന്നിട്ട് രണ്ടാമത്തെ തൊഴിൽ പറഞ്ഞ് നടക്കണം അല്ലേ. ഇവിടെ കിട്ടണില്ല പക്ഷെ തത്തയാണത്. ഇവിടെ ഗൈസ് ഇവിടെ നോക്ക്. വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള അഡ്വഞ്ചർ ആക്കിയിട്ടാണ് നമ്മൾ ഫുള്ള്. പറഞ്ഞ പോലെ എൻ്റെ വീടാണുള്ളത്. ഓക്കെ ഗൈസ് ഇതൊക്കെ അഡ്വഞ്ചറാണ്. അല്ല ഇത് എങ്ങോട്ട് എന്ത് ഇങ്ങനെ തന്നെയാണോ വഴി ഗൈസ്? ചേടാ എൻ്റെ വലിയച്ഛൻ്റെ വീടാണ്. ഇത്രയും മനോഹരമായ ചെടികളൊക്കെ ആയിട്ട് വലിയ അതെ 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 അതെ. ഓ ഇതെന്ത് വിള് ഗൈസ്. അലക്കലിൻ്റെ മേലൊക്കെ വിളെത്തിയല്ലോ ഇതുവരെയായിട്ട് ഗൈസ്. ഒരു സാധനം കാണിച്ചേട്ടെ. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ആ താഴെ തൂങ്ങിക്കണം കണ്ടോ ഗൈസ്? മാങ്ങ ഇതിൽ അത്യാവശ്യം ഉണ്ടാവുന്നുണ്ട് കേട്ടോ മാങ്ങ ഗൈസ്. ഇങ്ങനെ കാണുമ്പോൾ അറിയില്ല. ഇതെന്ത് വിള് ഇങ്ങനെയൊക്കെ. ഇവരെന്താ ഇവിടെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ പോയിട്ട് ദിയയുടെ വീട് കണ്ടവിടെ. മനസ്സിലായി. ഇങ്ങനെ പോണം ഗൈസ്. ആ വഴി പോയിട്ട് ഇങ്ങനെ വരണം. അങ്ങനെ വേണടി പൊട്ടിക്കളി. നോക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അല്ലടി അങ്ങനെ ശരിയല്ലോ. നോക്ക് മനസ്സിലായി. പക്ഷെ ഇവൾക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ. ഇവളാണ് എല്ലാം ആലോചിച്ച് വെക്കണ്ട കേട്ടോ. ഇത് നമ്മുടെ പോലെ അല്ല. മെമ്മറി പവർ അത്യാവശ്യം ഉണ്ട്. അതെ അതെ. ഇത് ഇങ്ങോട്ട് ഈ വീടൊക്കെ അതെ അതെ. അഡ്വഞ്ചർ തോർത്തൊക്കെ ഇവിടെ എന്ത് തുണി എന്തൊക്കെ ഫുൾ അഡ്വഞ്ചർ ആറ്റിക്കാണ്. ചത്ത് 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 റെസ്റ്റ് ചെയ്യണത് അതിപ്പോ തുടങ്ങിയിട്ടുള്ളത്. ഇങ്ങോട്ട് പോണ് റോഡെത്തറയി. അതിൽ കൂടെ വഴിയില്ല ഗൈസ്. ഇവ എല്ലാരും പേടിച്ചുട്ടോ ഗൈസ്. അതിൽ കൂടെ വഴിയില്ല.
അഡ്വഞ്ചർ ഇത് എങ്ങോട്ട് തിരിച്ചു ഇവിടേക്ക് തന്നെ എത്തിയല്ലോ. യോ ഗൈസ് ഇവിടെ ചത്ത് ഗൈസ് ഡിയർ ഹൗസ്. ഇതെന്ത് അതിനെക്കാട്ട് അതപ്പോ ഇവിടുന്ന് ഒരു ഡയറക്റ്റ് ഒരു വരി വെച്ചാൽ മതിയായിരുന്നു. കാക്കസേട്ടൻ ഗൈസ്. ഓ അഡ്വഞ്ചർ അടുത്ത അഡ്വഞ്ചർ. എന്ത് കാണിക്കണ്? അപ്പൊ ഗൈസ് പലരുടെയും വീടിന്റെ അടുത്ത് കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അയ്യോ ഗൈസ് ചത്തിട്ടാ. അല്ല ഞങ്ങിട്ടാ പന്തലോ. ഇവിടെ ദിയയുടെ വീടിന്റെ ഈ ഇടവഴി കണ്ടോ ഗൈസ്? ഈ ഇടവഴി കൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ അപ്പം നമ്മൾ ഇതുവഴി പോവാം ഗൈസ്. പന്തൽ എന്ന് പറയണത് അപ്പുറത്തെ പറമ്പാണ് കേട്ടോ ഗൈസ്. ഇല്ല അത് മാറ്റി. അപ്പോൾ ഗൈസ് നമ്മുടെ എന്താ പറയുക പന്തൽ എന്ന് പറയണത് ഇതാണ്. പന്തൽ എന്ന് പറഞ്ഞത് പറമ്പാണ്. അതെ അത് നമ്മുടെ ഋതന്യയുടെ ഹൗസ് വാമിങ്ങിൻ്റെ ആ ഒരു ബേസിൽ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലേസ് ആയിരുന്നു അത്. അപ്പോൾ ഇവിടെ എന്ത് അല്ല നമ്മുടെ ട്രഷർ എവിടെ കുഴിച്ചിരുന്നു വല്ല ഓർമ്മ ഉണ്ടോ ദിയേ? അവള് കൈസ് ഓടണുണ്ട്. അവളെ നട്ട വീലത്ത് പോട്ടെ നമുക്ക് കൊടുക്കാം. അവളവിടെ പോയി കിട്ടുക. അവള് ഇവിടെ ഇതൊന്ന് കറങ്ങി കളിക്കും. അവള് മാപ്പിൽ അങ്ങനെ കാണിക്കണത് വെറുതെ അല്ല ഗൈസ്. ഇതാണ് കേട്ടോ നമ്മുടെ ഹൈവേ, നാഷണൽ ഹൈവേ ഗൈസ്. ഓക്കെ ഇങ്ങോട്ടാണ് നാഷണൽ ഹൈവേ കേട്ടത്. നമ്മളെ പ്രശസ്തമായ നാടാണ് നാഷണൽ ഹൈവേക്കുള്ളത്. പക്ഷെ ഒരു ഉപകാരമില്ല. സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഒരു ഉഗാണ്ട പോകണം. ദർശുവിൻ്റെ ഹൗസ് എന്ന് പറയുന്നത് ആറ്റത്താണ് ഗൈസ്. അപ്പൊ നമ്മൾ ആറ്റത്തി അതാണ് ഇപ്പൊ ഞാനും ആലോചിക്കുന്നത്. ഏത് കസിനായത്? ശരി. മറ്റതില്ലേ ആരവ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു പേര്. നമ്മളവനെ അതെ ഇവന്റെ ഹാൻഡ് റൈറ്റിങ് കുഴപ്പമില്ല കേട്ടോ. അവന്റെ കത്തിച്ചതൊക്കെ വെറൈറ്റിയാ. മണ്ണൊക്കെ അതെ. അത് എവിടെ എത്തി ഗൈസ്? ഒരു കുറ്റിക്കാട്ടിക്ക് എത്താറായി ഗൈസ്. അല്ല മാപ്പിൽ അവന് വരച്ച് അവനാണ് കുഴിച്ചിട്ടത്, അവനാണ് ഇതാക്കിയത് ഗൈസ്. അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്ടേണാ ആളെ കളിയാക്കുക. ഓയ്യോ അതെ അടുത്ത മാസം അവൻ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അവനെന്തൊക്കെയോ അതുപോലെ നിന്റെ പോലെ എന്തൊക്കെയോ ക്ലാസ്സുകളൊക്കെ ഉണ്ട് ഗൈസ്. ദിയയുടെ പോലെ കുറെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ ചെയ്യുക? ഇവള് ഇങ്ങോട്ട് നടക്കണിക്ക് വയ്യാതാ. ഞാൻ ചത്തു ഗൈസ്. നട്ട വെയിലായതുകൊണ്ട് അല്ലെങ്കിൽ സഹിക്കാ. നമുക്ക് ബാഗ് എവിടെയെങ്കിലും വെച്ചാലോ? തറായ കണ്ടപ്പോഴും ഇവിടെ ഗൈസ്. അല്ല ഇതെന്റെ വീടല്ലേ? അയ്യോ ഗൈസ് ചത്തു ഗൈസ്. ഇതെന്താ ഈ കാറിന്റെ അടുത്തൊക്കെ? എവിടെ? ഈ വെയിലത്താ? എവിടെ നോക്കട്ടെ മാപ്പ് കാണിച്ച് ഗൈസ്. മാപ്പൊക്കെ ബ്ലൈൻഡായി പോണു ഗൈസ്. എവിടെ? കല്ലിങ്കട്ട. ഓക്കെ സോ ഇവിടെ തന്നെ. അപ്പോൾ ആരെങ്കിലും ഒരാൾ പോയിട്ട് അതെ ഗൈസ് നമുക്ക് ബാഗ് ശരി തന്നെ നമുക്ക് ഗൈസ് നമ്മളോട് പറയണ്ടൊക്കെ ചെയ്തു ഗൈസ്. അതെ അതെ നമുക്കൊരു വെള്ളമൊക്കെ കുടിച്ചിട്ട് കാണാം. പക്ഷേ ഗൈസ് അപ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ട്. ബാഗൊക്കെ എൻ്റെ വീടിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവരെങ്ങോട്ടോ പോയിന്ന് അറിയില്ല. സോ അവരുടെ വീട്ടിൽ പോകാതെ അവർ കോടാലിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുള്ളൂ ഗൈസ്. എന്താ പറയാ കൈക്കോട്ട് ഗൈസ്. വെയിലത്തിരുന്ന് ചെയ്യേണ്ട കാര്യം അതോ ഗൈസ്. മാപ്പൊക്കെ പറഞ്ഞു ഗൈസ്. മാപ്പിനൊക്കെ പേടി നമ്മളെ കണ്ടിട്ട് ഇതെന്താ എന്താ മുളച്ചു വന്നിട്ടല്ലോ ഇവിടെ ഗൈസ്. നിങ്ങൾക്ക് കാണാണ്ട് അതാണ് എനിക്ക് ചെടി എന്നൊക്കെ പറഞ്ഞിട്ട് ഗൈസ്. എവിടെ വെക്കണ്ട നീ തുറന്നോ ഞാൻ നോക്കാം. ബാങ്കോ ഇവിടെ എങ്ങോട്ടേ പോയി തിന്നാൻ പോയ അവള് എങ്ങോട്ട് ഗൈസ് പോണു? ഓക്കെ ദിയെ തുറന്നോളൂ അതിസാഹസികമായി തന്നെ.
ആ ചെടിയൊക്കെ പോയ അവിടുന്ന് എന്തിനാണ് അതൊക്കെ? അല്ല ഇവിടെ തന്നെ അല്ലേ? ഇവിടെ നിക്കും നന്നായി കുഴിക്കും. അതെ അതെ. ആ വയസ്സ് കുറച്ച് കുഴിച്ചിട്ട് ഞങ്ങക്ക് കാണാം. കിട്ടിയാ? എവിടെ എവിടെ? എന്തത് പേടിയുണ്ടോ? എന്തൊക്കെയോ പോലെ തോന്നുന്നു. എന്ത് എന്ത് പുഴു എടാ കൈ മാറ്റിയേ. പുഴു കയറിട്ടാ. അപ്പൊ അവൻ എന്തതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിണ്ടായിരുന്നു? അൺബോക്സ് കുന്താ പകുതി മുക്കാലും അതിന്റെ സാധനം എവിടെ? അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാർഡ്ബോർഡിൽ അങ്ങനെ എന്തോ ഒരു ഇതിലാണ് ഇട്ട് വെച്ചെന്ന്. ഫെയിലിയർ ആയിരിക്കുന്നു ഗൈസ്. അല്ല എന്താ സാധനം? എന്താ ഗൈസ്? ഈ കുന്ത്രണ്ടാണോ ഗൈസ് എടുക്കാൻ നമ്മള് വന്നത്? ഇവനിങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി അറിയണില്ലേ? ചങ്ങായിക്ക് ഒരു ഓസ്കാർ അവാർഡ് ഒന്ന് കൊടുക്കണം. ബാൻഡ് എടുക്കാം. ഇതിപ്പോ ഇനിയിപ്പോ ക്ലീൻ ആക്കണ്ടേ? യെസ് ഗൈസ്. അപ്പോൾ ഒരു ചിന്ന ബ്രേക്ക് ഗൈസ്. ഓക്കെ അപ്പോൾ ഗൈസ് അതെ നമുക്ക് പുഴു എന്ന് പറഞ്ഞാൽ ഇതാണ് പുഴു ഗൈസ്. ആ ഒരു തരി പോലെ കാണുന്നുണ്ടോ ഗൈസ്? അതൊക്കെയാണ് പുഴു. അതെ അവനെ തല്ലി കൊല്ലാണ്ട് വിടാൻ പറ്റില്ല. അവൻ ഇവിടെയാണ്, കോഴിക്കോടാണ് അവൻ. അപ്പോൾ അതാ ഗൈസ് ദിയ ഭയങ്കര ക്ലീനിങ്സ് ആണ്. എന്താ ചെയ്യുക ഗൈസ്? ഹൃദയനെ ഇവിടെ കിളി പോയിട്ട് നിൽക്കുന്നുണ്ട്. ഹൃദയനിക്കൊന്നും മനസ്സിലാവണേ. അതെന്താ സാധനമൊക്കെ മനസ്സിലാവണ കുപ്പി പോലെ. എന്താ ടൈമർ പോലെയൊക്കെ ഇല്ലേ അത്? അപ്പൊ ഗൈസ് ഇത്ര നേരം എടുത്തതൊക്കെ വെറും പാഴായിരിക്കും. പക്ഷെ ഇത് നല്ലൊരു അഡ്വഞ്ചർ ആയിരുന്നു. കുഴപ്പമില്ലാത്ത വീഡിയോ ആയിരുന്നു. അതെ 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 തല്ലി കൊല്ലും. അവ എത്രയിലാ? 5ലാ? ബാൻഡ് അത് എന്നെ പിടിച്ച് കഴിക്കില്ല കുട്ടിയെ, പോയി എടുത്തോ. ഇപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതെ ഗൈസ്. അപ്പൊ NDR ഡയറീസിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഓക്കെ ബൈ ബൈ.